ഹറിബറിയായിട്ടൊരു യാത്ര വന്നാൽ എങ്ങനെ ഇരിക്കും? ദേ ഇന്നൊരു 3-4 ദിവസത്തെ മഴയ്ക്ക് ശേഷമുള്ള ഒരു അടിപൊളി ദിവസമാണ് കേട്ടോ. വെയിൽ വന്നപ്പോൾ തന്നെ ഞാൻ മുളകും മല്ലിയൊക്കെ എടുത്ത് വെയിലത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് 2 ടൈപ്പ് മുളകാണ് കേട്ടോ, പിരിയം മുളകും സാദാ മുളകും കേട്ടോ. ഇത് രണ്ടും കൂടെ ഞാൻ ഒന്നിച്ചിട്ടാണ് കേട്ടോ പൊടിക്കുന്നത്. അപ്പം എരിവും കിട്ടും, നല്ല കളറും കിട്ടും കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല, ഒത്തിട്ട് പൊടിച്ചാൽ മതി കേട്ടോ. കറികൾക്ക് കറക്റ്റ് എരിവും കളറും ഒക്കെ ആയിരിക്കും. പിന്നെ ഇതേ മല്ലിയും മഞ്ഞയും ഒക്കെ ഞാൻ ഉണക്കി എടുക്കുന്നുണ്ട്. ഇതാണ് ഞാൻ മഞ്ഞൾപ്പൊടിക്കായിട്ട് എടുക്കുന്നത് കേട്ടോ. ഞാൻ കവർ മഞ്ഞ അങ്ങനെ അധികം വാങ്ങിക്കാറില്ലേ. പിന്നെ ഇതേ മോൾ എന്തൊക്കെയോ എഴുതി കുറിക്കുന്നുണ്ടേ. അങ്ങനെ ഇതേ പോകുന്നതിൻ്റെ തലേന്ന് ഞങ്ങളിതേ അടിപൊളിയായിട്ട് ബീഫൊക്കെ വരട്ടിയെടുക്കുകയാണ് കേട്ടോ. കുരുമുളകൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ബീഫ് ഇങ്ങനെ വരട്ടിക്കൊണ്ടിരിക്കുവാണേ. എനിക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കൊണ്ടുപോകുന്ന കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. കാര്യം ഞങ്ങൾ ഹറിബറിയായിട്ടുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഇടയിൽ മൊബൈലും കൊണ്ട് ഷൂട്ട് ചെയ്യാനായിട്ടുള്ള സാഹചര്യം പരിമിതികളുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ എടുക്കാതിരുന്നത്. പിന്നെ ഇതേ റംബൂട്ടാൻ നമ്മുടെ വീട്ടിലുണ്ടായത് വരിക്ക റംബൂട്ടാനാണ് കേട്ടോ. ഫുള്ള് പഴുക്കാനൊന്നും നിർത്തിയില്ല, അതിന് മുന്നേ പറിച്ചെടുത്ത് കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഇനി പാക്ക് ചെയ്യേണ്ട സാധനങ്ങളാണ് കേട്ടോ. എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇനി പാക്ക് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇതും ഓരോന്നായിട്ട് പാക്ക് ചെയ്യുന്ന വീഡിയോ എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ 3:30 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് തിരിച്ചു കേട്ടോ. 7:30 ഫ്ലൈറ്റ്, പക്ഷേ 1 മണിക്കൂർ ഡിലേ ആയിരുന്നു കേട്ടോ. ഞങ്ങളത് അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത്. അങ്ങനെ വെയിറ്റിങ്ങിൽ ഇങ്ങനെ നിൽക്കുവാണേ. ഇതായിരുന്നു മോളുടെ ഔട്ട്ഫിറ്റ് കേട്ടോ, അടിപൊളി രസമല്ലേ. അങ്ങനെ ഞങ്ങൾ വേറൊരു ഫാമിലിയും കൂടെ കാത്തിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നേ. ഇത് തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നായിരുന്നു കേട്ടോ ഞങ്ങൾ വരുന്നത്. അപ്പോൾ അടിപൊളി ഒരു യാത്രയായിരുന്നു കേട്ടോ ഇത്. നമ്മുടെ പാത്തൂസ് കേട്ടോ. പാത്തൂസ് ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. എന്നിട്ട് അവൾ നിങ്ങളുടെ കൂടെ വന്നു കേട്ടോ യാത്രയാക്കാനായിട്ട്. മോൻ്റെ ഔട്ട്ഫിറ്റ് ഇതായിരുന്നു കേട്ടോ. അവനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നേ. അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ റിയാദിലേക്ക് എത്തി കേട്ടോ. ഇവിടെ വന്നിട്ട് ഇനിയുള്ള വിശേഷങ്ങൾ ഇനി ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഫുള്ള് വരുന്ന വിശേഷങ്ങളൊന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. അതിൽ ചെറിയൊരു വിഷമമുണ്ട്, സാരമില്ല, ഇനി നമുക്ക് പരിഹരിക്കാം അല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.